വൈകുന്നേരമായപ്പോൾ ഞങ്ങളൊന്ന് തോട്ടുമുക്കം വരെ പോകണമെന്ന് വിചാരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. തോട്ടുമുക്കം എൻ്റെ സ്വന്തം വീടാണ് കേട്ടോ. അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. വണ്ടി കയറിയപ്പോൾ മുതൽ ഞങ്ങൾ ഭയങ്കര ചിരിയാണ് കുഞ്ഞാറ്റ മുടി കെട്ടി വെച്ചത് കണ്ടിട്ട് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ആ മമ്മൂട്ടി അപ്പുറത്തിരുന്ന് ഭയങ്കര സ്റ്റൈലാക്കലാണ് കേട്ടോ. പെരുമ്പറമ്പ് വഴിയാണ് ഇന്ന് ഞങ്ങൾ തോട്ടുമുക്കത്തേക്ക് പോകുന്നത്. അവിടെ ഒരു കൊറിയർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിയിട്ട് വേണം പോകാനെന്ന് വിചാരിച്ച് ഇതിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ടപ്പോൾ പിന്നെ ഭയങ്കര തള്ളലായി. ഞാനും മിന്നും കൂടി കേട്ട് സഹിച്ചു കേട്ടോ. പിന്നെ കൊറിയറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കൊറിയർ എന്താണെന്ന് ഞാൻ അതിൽ കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ ഈ ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം സമയമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. തിരിച്ചും വരണമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ പത്തനാപുരം പാലമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പത്തനാപുരം പാലത്തിൽ കൂടെ വിജനമായ യാത്ര എന്നൊക്കെ പറയാം. കാരണം വണ്ടികളൊക്കെ കുറവായിരുന്നു. വൈകുന്നേരം സമയമായതുകൊണ്ട് തന്നെ നല്ല ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ സമയം കേട്ടോ. അങ്ങനെ ഏതായാലും യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. പത്തനാപുരം പാലത്തിന് ഇത്ര നീളമോ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു പോയി. വീഡിയോയിൽ കാണാൻ ഒരുപാട് നീളമുള്ള പോലെ. ഏതായാലും പാലമൊക്കെ കടന്ന് ഞങ്ങൾ നേരെ ഈസ്റ്റിലെത്തിയിട്ടുണ്ട് കേട്ടോ. അതിനു മുമ്പ് പത്തനാപുരം എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞിട്ടുണ്ട്. ഹരിതാപവും പച്ചപ്പവും കണ്ടാൽ പിന്നെ ആരാല്ലേ ഒന്ന് വീഡിയോ എടുക്കാത്തത്. പൊതുവേ ഹരിതാപവും പച്ചപ്പും എവിടെ കണ്ടാലും വീഡിയോ എടുക്കുന്ന ആളാണ് കേട്ടോ ഞാൻ. അങ്ങനെ ഏതായാലും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തോട്ടുമുക്കത്ത് ഞങ്ങളെ സ്വന്തം വീട്ടിലെത്തിയിട്ടുണ്ട്. വീടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുമില്ല കേട്ടോ. അപ്പോഴാണിത് ആ പൂമ്പാറ്റനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പൂമ്പാറ്റനെ വെച്ച് കുറച്ച് സമയം കളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനൊരു പൂവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മുന്തിരി കായ്ച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് വിചാരിച്ചു വലിയ മുന്തിരിക്കോലയായിരിക്കുന്നത്. നോക്കുമ്പോൾ കടുകുമണീൻ്റെ അത്ര പോകുന്നൊരു മുന്തിരിക്കോലയായിരുന്നു.